ഇമോഷണൽ ആയത് കണ്ടിട്ട്. ഒരു യുവാവ് ഡ്രിങ്ക്സിന് അടിപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ച ഒരാൾ ഡ്രിങ്ക്സിന് അടിമപ്പെട്ട് പോയി ഫാമിലി ലൈഫും എല്ലാം തകർന്നു പോണൊരു ഇതാണ് അതിൽ റിവീൽ ചെയ്തേക്കുന്നത്. കണ്ടന്റ് അതാണ്. ഒത്തിരി നന്നായിട്ടുണ്ട്. സിനു നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സുനിൽ സാറ് എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തു. പ്രീതി എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് സോങ്സ് നല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഞാൻ ആ സോങ്സ് ലോഞ്ച് കഴിഞ്ഞാൽ പിന്നെ മാറി മാറി ഓരോ സോങ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്സ് എല്ലാം അടിപൊളിയായിരുന്നു. സമൂഹത്തിനുള്ളൊരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജാണ്. നമ്മൾ ഡ്രിങ്ക്സിന് അടിമപ്പെട്ട് പോയാൽ എന്താണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നുള്ളത് നമുക്കൊന്ന് റിവീൽ ചെയ്ത് കാണിക്കുന്നൊരു നമ്മളെ ബോധവൽക്കരിക്കുന്ന ഒരു മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. കാണുന്നുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ അനുഭവിക്കുന്ന ചുറ്റുപാടും നമ്മുടെ മനുഷ്യന് അനുഭവത്തിലുള്ള വേദനകൾ കാണുമ്പോൾ തോന്നി എത്ര വലിയ കെട്ടിടം ഓഡീഷനായാലും ഈ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് തെളിവാണ് ജീവിതം. വച്ചുകൊണ്ടൊരു മൂവിയാണ്. നല്ല സിനിമയാണ്. ക്ലൈമാക്സ് എല്ലാ ഇമോഷൻസും ഉണ്ട്. പിന്നെ ഒരു മോറൽ വാല്യൂ. എൻ്റെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. അത് ഡയറക്ടർ തന്നെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അതിന് മനസ്സിലാവണമെന്നില്ല. കുറച്ച് പേർക്ക് കിളിമായ ഒരു ക്യാരക്ടർ ഫീൽ ചെയ്യാം, കുറച്ച് പേർക്ക് വേറെ തലത്തിൽ ചിന്തിക്കുന്ന ക്യാരക്ടർ ഫീൽ ചെയ്യാം. വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. ചെറിയ മൂവിയാണ്, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ മൂവിയാണ്. ഹാപ്പിയാണ്. നല്ല മൂവിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു മെസ്സേജുള്ള മൂവിയാണ്. ഒരു സീനാണ്. ആ സീൻ ശരിക്കും ഞാൻ നേരിട്ട് ലൈഫിൻ്റെ ആ ഒരു അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ പട്ടിയെ ഞാൻ എറിഞ്ഞ് ഓടിച്ച ഒരു സാഹചര്യം. സാർ ഈ സ്റ്റോറി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആ ഒരു സീൻ കണ്ടുന്നത് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ഭയങ്കര ഒരു ഫീൽ. അതായത് പലരും മദ്യപാനത്തിൻ്റെ ആ ഒരു അഡിക്ഷനിൽ അനുഭവിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു റിയൽ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ഹാലുസിനേഷൻ എന്ന് പറയുന്നത് അത് അത്രയും ഓവറായിട്ട് അഡിക്ഷൻ ആയവർക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ. പക്ഷെ നമുക്കത് അവിശ്വസനീയമാണ്. പക്ഷേ ഇപ്പോൾ സിനിമ കണ്ടപ്പം ശരിക്കും അങ്ങനെ ഒരു ഇത്രയും മദ്യപാനം ഇത്രയും ഒരു മനുഷ്യനെ മോശമാക്കുന്നല്ലോ എന്ന് തികച്ചും മനസ്സിലാക്കി. ഹാലുസിനേഷൻ്റെ ഭാഗമായിട്ട് PD എന്ന് പറയുന്നൊരു കഥാപാത്രത്തിൻ്റെ ജീവൻ്റെ ഹാലുസിനേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാരക്ടർ. സിനിമ ശരിക്കും ഭയങ്കര ഞാൻ ജീവിതത്തിൽ കണ്ട സിനിമകളിൽ എൻ്റെ അവസാനം കണ്ണ് നിറഞ്ഞൊഴുകിയൊരു സിനിമയായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവൻ്റെ ഒരു പ്രകൃതിയാണ്, അല്ല പല നമ്മുടെ യുവാക്കളായിട്ടുള്ള പലരുടെയും പ്രകൃതിയാണ് ജീവൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ. അപ്പോൾ ഇങ്ങനെയുണ്ട് ഇതിനകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ മദ്യാസക്തിയിൽ തിരിച്ചു വരാണ്ട് പറ്റുന്നുള്ളൂ. ഈ മദ്യ അഡിക്ഷൻ്റെ പല ഘട്ടങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ഘട്ടങ്ങളും അതിനകത്ത് നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാണ്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ സിനിമ ശരിക്കും പറഞ്ഞ സമൂഹത്തിനുള്ള ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്തെ ജീവൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിനു സിദ്ധാർത്ഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ജീവൻ്റെ ടീമിന് വളരെയധികം